ചൈന സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ചൈനയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ അമേരിക്ക ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തിയത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആധിപത്യ ശ്രമങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമുയർത്തിയായിരുന്നു കൂടിക്കാഴ്ച. ബീജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യവും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 30ാം വാർഷികവും ഉഭയകക്ഷി സൗഹൃദ കരാറിന്റെ 25ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച. 20 കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമായി. അയൽപക്ക സൗഹൃദ സഹകരണ കരാർ നീട്ടാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഉഭയകക്ഷി ചർച്ചകൾക്കു ശേഷം ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയും ആഗോള ഭരണ സംവിധാനം കൂടുതൽ നീതിയുക്തമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഷീ ജിൻപിങ് ആഹ്വാനം ചെയ്തു. ചൈനയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലാണെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികാരം ഉയർത്തിപ്പിടിക്കാനും ബഹുധ്രുവ ലോകക്രമം പ്രോത്സാഹിപ്പിക്കാനും റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പുടിൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന വിഷയങ്ങളും ചർച്ചയായി. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.